വെൽക്കം ബാക്ക് ടു ജസ്നാസ് Cookbites. ഉള്ളാടംപൊടി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ വല്യമ്മയ്ക്ക് ഉണ്ടാക്കി കണ്ടിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഇതൊരു പൗഡർ ഫോമിലുള്ള ഒരു സ്നാക്കാണ്. വളരെ ഹെൽത്തിയാണ്, സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ സാധാരണ വറുത്ത അരിപ്പൊടിയും പഞ്ചസാരയൊക്കെ കൂടിയിട്ട് ചേർത്ത് പൊടിച്ചിട്ടാണ് നമ്മൾ ഉള്ളാടംപൊടി ഉണ്ടാക്കുന്നത്. ഞാൻ ഇന്ന് ഉള്ളാടംപൊടി മാത്രമല്ല അത് വെച്ചിട്ട് ഒരു ഉണ്ടയും കൂടി പിടിച്ച് നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഉള്ളാടൻ പൊടിയും അതുകൊണ്ടുള്ള ഉണ്ടയാണ്. ഞങ്ങൾ സാധാരണയായിട്ട് വെക്കേഷനൊക്കെ ചെല്ലുമ്പോൾ വല്യമ്മ ഇത് ഉണ്ടാക്കി വെക്കാറുണ്ട്. നമുക്ക് നമ്മുടെ ഉള്ളാടൻ പൊടിക്ക് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അരിപ്പൊടി എടുക്കണം, നമ്മുടെ വറുത്ത സാധാരണ അരിപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത്, നമ്മൾ ഏത് ഗ്ലാസ്സിലാണ് അരിപ്പൊടി എടുത്തത് ആ ഗ്ലാസ്സിൽ പകുതി താഴെയായിട്ട് നമ്മൾ പഞ്ചസാര എടുക്കണം. ആ പഞ്ചസാര നമ്മൾ എന്നിട്ട് പൊടിച്ച് എടുക്കണം. പിന്നെ ഒരു നുള്ളുപ്പ്, ഒരു ടേബിൾ സ്പൂൺ താഴെയായിട്ട് നമുക്ക് ഏലക്കായ പൊടിച്ചത് വേണം. പിന്നെ നമ്മളതിലേക്ക് താളിച്ച് ചേർക്കും കുറച്ച് സാധനങ്ങൾ. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് നെയ്യും വേണം, പിന്നെ ചെറിയുള്ളിയും വേണം. ഇത്രയാണ് നമുക്ക് ഉള്ളാടൻ പൊടി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. നമ്മളിപ്പോൾ അടുപ്പത്ത് ഒരു ചുവട് കട്ടിയുള്ള ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. തീ വളരെ ലോ ഫ്ലെയിമിൽ ഇടണം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കണം. അതായത് നമ്മളൊരു 5 മിനിറ്റ് മുതൽ ഒരു 8 മിനിറ്റ് വരെയൊക്കെ നമ്മൾ എന്തായാലും അത് ഇളക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പൊടിയുടെ ടേസ്റ്റ് മാറിയിട്ട് വായിലിട്ട് കഴിയുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഒരു അലിഞ്ഞു പോണ ആ ഒരു ടേസ്റ്റിലേക്ക് നമുക്ക് കിട്ടണം നമുക്ക്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട. ഇതിങ്ങനെ മൂത്ത് വരുമ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും. നമ്മൾ സാധാരണ അരിയൊക്കെ വറുത്തെടുക്കുമ്പോഴത്തെ അതേ സ്മെല്ലിനെ നമുക്ക് കിട്ടും. ഇത് ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അതിൽ നിന്ന് സ്പൂണോട് ഒരു ഇത്തിരി എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ വായിലിടുമ്പോൾ അതിങ്ങനെ ആ പൊടിയുടെ ടേസ്റ്റ് മാറിയിട്ട് അതിങ്ങനെ അലിഞ്ഞു പോകും വായിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇത് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് ഏതാണ്ട് ഒരു നമ്മൾ ശരിക്കും അരിയുടെ വറവ് നല്ല പാകമാണെന്നുണ്ടെങ്കിൽ ഒരു 4 മുതൽ 5 ആഴ്ച വരെയൊക്കെ കേടുകൂടാതെ നമുക്ക് ഇരിക്കും. അപ്പോൾ നമ്മുടെ പൊടി നമുക്ക് നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ പാത്രം അടുപ്പത്തു നിന്ന് മാറ്റണം. എന്നിട്ട് വേണം നമുക്ക് ഏലക്കായപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കുക. എന്നിട്ട് ഒന്ന് ചൂടാറാനായിട്ട് ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമ്മൾ ചൂട്ടോട് കൂടിയിട്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ആ ചട്ടിയുടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ പാത്രത്തിൻ്റെ ചൂടിൽ പഞ്ചസാര മെൽറ്റായിട്ട് പിന്നെ അത് കട്ടയാവാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് ഒന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യാനായിട്ട് പറയണത്. ഉള്ളി മുപ്പിക്കാനായിട്ടുള്ള ആ പാത്രം വെച്ച് ഞാൻ കത്തിച്ചു. അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തു. നമ്മൾ ചെറിയുള്ളി അരിഞ്ഞതും അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തു. ഇതിൽ നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ച് നെയ്യ് ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അത് നെയ്യ് വേണമെങ്കിൽ കൂട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കാം. ഈ ഉള്ളി നെയ്യിൽ മൂപ്പിച്ച് താളിച്ച് അതിലേക്ക് ഒഴിക്കുമ്പോഴാണ് അതിൽ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് അപ്പോൾ അതിന് കൊടുക്കുക. അത് അപ്പോൾ നമ്മൾ മൂപ്പിച്ചെടുത്ത ഉള്ളി അതിലേക്ക് ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കുക. അപ്പോൾ ചിലപ്പോൾ നമുക്കതിൽ ഇങ്ങനെ കട്ട പോലെ കാണാൻ പറ്റും. അത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട. നമ്മൾ വീണ്ടും മിക്സിയുടെ ബൗളിലിട്ടിട്ട് അത് നമ്മളൊന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കും. അപ്പോഴാണ് അത് ആ ഒരു പൗഡർ ഫോമിലേക്ക് മാറുക. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഉള്ളാടൻ പൊടിയായിട്ട് കിട്ടുന്നത്. കാരണം നമ്മൾ സാധാരണ അവലോത് പൊടി ഉണ്ടാക്കുന്ന പോലത്തെ കട്ടയായിട്ടല്ല അത്. ശരിക്കും ഇത് പൗഡറായിട്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളാടൻ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചിലപ്പോൾ പൊടിയായിട്ട് കഴിക്കാനായിട്ട് ചിലപ്പോൾ കുട്ടികൾക്ക് മടിയുണ്ടാവും. അതുകൊണ്ടാണ് ഞാനിതിനെ ഉണ്ടയാക്കി കാണിക്കാൻ പോകുന്നത്. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ട ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ ഉണ്ട പിടിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഉണ്ട പിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ഉള്ളാടൻ പൊടി എടുത്തു. നാളികേരം വേണം, പിന്നെ നമുക്ക് പശുവും പാല് വേണം. നാളികേരത്തിൻ്റെ അളവൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. അതായത് ചിലർക്ക് നാളികേരത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നാളികേരം കൂടുതൽ ചേർക്കാം. കുറവ് വേണ്ടവർക്ക് കുറവ് എടുക്കാം. ഞാനിവിടെ ഏതാണ്ട് ഒരു അരമുറി നാളികേരമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നാളികേരം അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി ഈ നാളികേരം ഇതും കൂടിയിട്ട് മിക്സിയിൽ ഒന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് കറക്കി എടുക്കണം. അപ്പോൾ നമ്മൾ എല്ലാതും മിക്സിയിൽ 2 ട്രിപ്പായിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ
പാല് സ്പൂൺ കൊണ്ട് കുറച്ച് ചേർത്തിട്ട് വേണം നമ്മൾ മിക്സ് ആക്കാനായിട്ട്. കാരണം അതിൽ ആ പഞ്ചസാരയുടെ ഇതുള്ളത് കൊണ്ട് നമ്മൾ പാല് പെട്ടെന്ന് ആദ്യം തന്നെ അധികം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നനവ് കൂടിപ്പോവും. അപ്പോൾ നമ്മൾ നനവിൻ്റെ ഇതനുസരിച്ചിട്ട് നമ്മൾ കുറച്ചായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം. എല്ലാതും നന്നായി മിക്സാക്കിയതിന് ശേഷം നമ്മുടെ കയ്യിൽ ചെറിയ ബോൾസ് ആക്കിയിട്ട് പിടിച്ചിട്ട് നമുക്കത് ഉരുട്ടിയിട്ട് എടുക്കാം. ഉള്ളാടൻ പൊടിയും അതുകൊണ്ടുള്ള ഉണ്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമാവും. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് വെച്ചാലാണ് നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻസ് വരികയുള്ളൂ. പിന്നെ വീഡിയോസ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.